Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ജപ്തി ഭീഷണിയിലായ വീട്ടിൽ നിന്ന് 37 വർഷമായി തളർന്നു കിടക്കുന്ന മകനെ കൊണ്ട് എങ്ങോട്ടിറങ്ങണമെന്നറിയാത്ത ദുരവസ്ഥയിലാണ് കൂലിപ്പണിക്കാരനായ ഉദയനും ഭാര്യയും. നെടുവന്നൂർ തവിടപ്പള്ളി കോളനിയിലെ 4 സെന്റ് വീടും ജപ്തി ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതോടെയാണ് കട്ടിലിൽ പോലും കിടക്കാൻ കഴിയാതെ പായിൽ വട്ടം തിരിയുന്ന മകനെയും കൊണ്ട് തെരുവിലിറങ്ങേണ്ടി വരുന്നത്. ജന്മനാ തന്നെ ഇരു കൈകളും കാലുകളും തളർന്ന് സംസാരശേഷിയില്ലാത്ത മകനുമായാണ് കഴിഞ്ഞ 37 വർഷമായി നെടുവന്നൂർ സ്വദേശിയായ ഉദയന്റെയും ഭാര്യ സുമതിയുടെയും ജീവിതം. കാലത്തോടൊപ്പം ശരീരവും വളർന്നെങ്കിലും കൊച്ചുകുട്ടിയെപ്പോലെ പ്രതികരിക്കുന്ന അജയനെ നോക്കാൻ ഒരാൾ മുഴുവൻ സമയവും അടുത്തു വേണം. പ്രാഥമിക ആവശ്യങ്ങൾക്ക് എടുത്ത് പുറത്തു കൊണ്ടുപോകണം. കൂലിപ്പണിക്കാരനായ ഉദയന് 4 വർഷം മുമ്പ് പക്ഷാഘാതം വന്ന് കാലുകൾക്കും കൈകൾക്കും ചലനശേഷി നഷ്ടപ്പെട്ടു. ഇതോടെ നിത്യവൃത്തിക്ക് പോലും വകയില്ലാതായി. ഈ വീട് ഒരു ലോൺ എടുത്തിരുന്നു സഹകരണ ബാങ്കിൽ നിന്ന്. അന്ന് 2014 വീട് അനുവദിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വീടാണ്. 2 ലക്ഷം രൂപയാണ്. ആ 2 ലക്ഷം രൂപ അതുകൊണ്ട് സെൻസൈഡ് വരെ എത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഭൂമി എൻ്റെ പേരിലല്ലായിരുന്നു, എൻ്റെ അമ്മയുടെ ഇതിലാണ് കിടന്നിരുന്നത്. അത് പിന്നെ എൻ്റെ പേരിലേക്ക് ഞാൻ പോയി അന്വേഷിച്ച് തൃപ്പൂണിത്തുറ ട്രൈബ്യൂണൽ കോർട്ടിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പട്ടയവും കിട്ടി. അതുകൊണ്ട് എൻ്റെ പേരിൽ ആധാരം ചെയ്തതിന് ശേഷം 2014 ഞാൻ സൊസൈറ്റി സഹകരണ ബാങ്കിൽ നിന്ന് 1.5 ലക്ഷം രൂപ ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിരുന്നു. ആ ലോൺ എടുത്ത് ഇപ്പം 24 ഇപ്പം അത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അത് ജപ്തി നടപടിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം 3 ലക്ഷം രൂപ അടയ്ക്കണം. മാർച്ച് 31 തീയതിക്ക് മുമ്പിൽ അടച്ചില്ലെങ്കിൽ അത് ജപ്തി നടപടികളായിട്ട് വന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റും കടലാസും പേപ്പർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. മകന് ആധാർ കാർഡില്ല, റേഷനരി ഇല്ല, പെൻഷനില്ല. ഇതൊന്നും ഇത്ര കാലം നടന്നിട്ട് ഒന്നും ലഭിച്ചിട്ടില്ല. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം എൻ്റെ മകൻ്റെയാണ്. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മകന് ഒരാനുകൂല്യം ഗവൺമെൻറ് പരമായിട്ട് കിട്ടുന്ന ഒരാനുകൂല്യവും ഇല്ല. ഞാൻ 2018 ഷോക്ക് വന്ന് 5-6 കൊല്ലം കിടപ്പിലായിരുന്നു. ഇപ്പോൾ ഒരു വടി കുത്തി പിടിച്ച് ഗേറ്റ് വരെ പോകും വരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ജീവിതം. ശയ്യാവലംബിയായ മകന് കഴിഞ്ഞ 23 വർഷമായി ലഭിച്ചിരുന്ന വികലാംഗ പെൻഷൻ സാങ്കേതികത്വത്തിന്റെ പേരിൽ നിലച്ചു. വീട് പണിക്കെടുത്ത 1.5 ലക്ഷം പെരുകി 3 ലക്ഷമായതോടെ ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടന്നു. കട്ടിലിൽ പോലും കിടക്കാൻ കഴിയാതെ പായിൽ വട്ടം തിരിയുന്ന മകന് മുമ്പിൽ ഇരുന്ന് വിതുമ്പുകയാണ് ഉദയൻ. ബാങ്ക് വായ്പ അടച്ചു തീർത്ത് കടപ്പാടമെങ്കിലും സുരക്ഷിതമാക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം.